ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു സന്തോഷ വാർത്ത കൂടി. എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ശ്രീ ധനുഷിന്റെ വിവാഹമാണ് ഇന്ന്. അപ്പൊ സ്വാഭാവികമായും പ്രേക്ഷകർ തിരക്കുന്നുണ്ടാകും ഞാൻ വിവാഹത്തിന് പങ്കെടുത്തില്ലെന്ന്. പക്ഷെ വിവാഹം ഗുരുവായൂർ വെച്ചും അതിന്റെ റിസപ്ഷൻ തിരുവനന്തപുരത്തുമാണ്. ഏതായാലും ഇപ്പോഴത്തെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് പോയ ജയിച്ചതും തോറ്റതുമായ സുഹൃത്തുക്കളെ കൂടി കാണാൻ കഴിയും എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് റിസപ്ഷന് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഏതായാലും വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഇന്നലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം രാത്രിയോടുകൂടി പൂർണ്ണമായി തന്നെ പുറത്തു വന്നിരിക്കുന്നു. പക്ഷെ ഇന്ന് രാവിലെ നാം കേൾക്കുന്ന വാർത്ത BJPയുടെ ഒരു വലിയ ഓപ്പറേഷനെ കുറിച്ച് തന്നെയാണ്. കാരണം മുൻകാലങ്ങളിലൊന്നും BJP സ്വീകരിക്കാത്ത ഒരു സമീപനവുമായി BJP രംഗത്തെത്തിയിരിക്കുന്നു. അതായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പഞ്ചായത്തുകളല്ല, അതുക്കും മേലെ BJP ഭരിക്കും എന്നുള്ളത് തന്നെയാണ്. അതായത് കാലാകാലങ്ങളിലായി കേരളത്തിൽ UDF-ഉം LDF-ഉം അനുവർത്തിച്ചു വന്നിരുന്ന അതേ നയങ്ങൾ കുറച്ചുകൂടി ഫാസ്റ്റായി അക്യുറേറ്റഡ് ആയി BJP ചെയ്യുന്നു. കാരണം ആ പണി അവരെ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ടതായ കാര്യമില്ല. 24 മണിക്കൂർ, അതായത് തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 24 മണിക്കൂർ തികയും മുമ്പെയാണ് ഒരു വലിയ ഓപ്പറേഷൻ സംസ്ഥാന വ്യാപകമായി തന്നെ അവർ ആരംഭിച്ചിരിക്കുന്നത്. ഈ 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ സമയത്തിന് വലിയ വിലയുണ്ട്. ഈ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയത്തിലുമൊക്കെ അതിനെക്കുറിച്ച് ഒരു ചെറിയ കഥ കൂടി പറയാം. കഥയല്ല, ഇത് നടന്ന സംഭവമാണ്. ഒരിക്കൽ നിതിൻ ഗഡ്കരി ഇതിനെക്കുറിച്ച് IIT-യിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഒരു സെമിനാറിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. അതായത് അതിലേക്ക് ഒന്ന് വന്നതിന് ശേഷം നമുക്ക് കാര്യത്തിലേക്ക് വരാം. 2017 അതായത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഒന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടം ഗോവയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഗോവയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ BJP-യും കോൺഗ്രസും ഏതാണ്ട് ഇഞ്ചോടിഞ്ച് മത്സരം. BJP-ക്ക് ഭരിക്കണമെങ്കിൽ 5 MLA-മാരുടെ കുറവുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് 3 MLA-മാർ, 2 MLA-മാരെ കിട്ടിയാലും അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരു ഭൂരിപക്ഷം ഒരാളോടുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു കരുത്തോടെ കിട്ടും, അത്രയേ ഉള്ളൂ. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ ഗോവയിൽ ഇനി എന്താ എന്നൊരു ചോദ്യം വലുതായിട്ട് ഉയർന്നു വരുന്നു. കോൺഗ്രസ് ഭരിക്കുമോ BJP ഭരിക്കുമോ എന്നൊക്കെ ഉള്ളത് ഒന്നാം മോദി സർക്കാരിന്റെ ടേമാണ്. ഏതായാലും 2 പാർട്ടികൾ കോൺഗ്രസും BJP-യും ഗോവയിൽ ഭരണം പിടിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ആ രാത്രി 10 മണിയോട് അടുപ്പിച്ച് BJP-യുടെ മുതിർന്ന നേതാവ് ശ്രീമാൻ നിതിൻ ഗഡ്കരിയും കോൺഗ്രസിന്റെ വില്ലാളി വീരനായ ശ്രീ വേണുഗോപാലും ദില്ലിയിൽ നിന്ന് ഗോവയ്ക്ക് വിമാനം കയറി. രണ്ടുപേരും ഒരേ വിമാനത്തിലാണ് യാത്ര ചെയ്തത് എന്നുള്ളതാണ് മറ്റൊരു കൗതുകം. ഏതായാലും വിമാനത്താവളത്തിൽ രണ്ടുപേരും എത്തി. അതിനുശേഷമുള്ള വാർത്തകൾ ആർക്കും അറിയില്ല. പിറ്റേന്ന് പുലർച്ചെ ശ്രീമാൻ വേണുഗോപാൽ, KC വേണുഗോപാൽ കണ്ണു തിരുമ്പി നോക്കുമ്പോൾ ചാനലിൽ മിന്നി മറയുന്ന ഫ്ലാഷ് BJP സർക്കാർ രൂപീകരിക്കാൻ പോകുന്നു, ഗവർണറെ കാണാൻ പോവുകയാണ് എന്നുള്ള വാർത്തയാണ്. ഇതിനെക്കുറിച്ച് പിന്നീട് ശ്രീമാൻ നിതിൻ ഗഡ്കരി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് ഈ രാഷ്ട്രീയത്തിൽ സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട്, വിലയുണ്ട്. ആ രാത്രിയിൽ ഗോവ വിമാനത്താവളത്തിൽ ഇറങ്ങി താൻ നേരെ പോയത് തങ്ങൾക്ക് പിന്തുണ നൽകാൻ കഴിയുമെന്ന് കരുതുന്ന MLA-മാരുടെ അടുത്തേക്കാണ്. അവർ അന്ന് അവിടുത്തെ ഈ മഹാരാഷ്ട്ര ഗോമന്തക് പാർട്ടിയിലേക്ക് ജയിച്ചു വന്ന MLA-മാരുടെ ഒരു ഡിമാൻഡ്, ഈ മനോഹർ പരീക്കർ, അന്ന് അദ്ദേഹം ആഭ്യന്തരമന്ത്രി കൂടിയാണ്, അദ്ദേഹം ഗോവ മുഖ്യമന്ത്രിയായ പിന്തുണ തരാമെന്നൊക്കെയായിരുന്നു. അവിടെ പോയിട്ട് ആ ഡീല് ഉറപ്പിക്കുകയായിരുന്നു. അതായത് അവർ വെച്ച ഡിമാൻഡുകൾ എന്തൊക്കെയാണ്? മനോഹർ പരീക്കറെ മുഖ്യമന്ത്രിയാക്കുക. മനോഹർ പരീക്കർ നമുക്കറിയാം മികച്ച ഒരു മുഖ്യമന്ത്രി നേതാവൊക്കെയാണ്. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുക, അങ്ങനെ കുറെ ഡിമാൻഡുകൾ വെച്ചു. അതെല്ലാം അംഗീകരിച്ച് പുലർച്ചെ ഒരു 7 മണിയായപ്പോൾ തന്നെ ഗവർണറെ കാണാനായിട്ട് ഈ സംഘം പോകുന്ന വാർത്തയാണ്. പക്ഷെ വേണുഗോപാലിന് കഴിഞ്ഞില്ല. കാരണം വേണുഗോപാലിന് 3 MLA-മാർ മതിയായിരുന്നു. പക്ഷെ അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചില്ല എന്നുള്ളതല്ല. ഈ വിമാനം ഇറങ്ങി നിതിൻ ഗഡ്കരി നേരെ പോയത് ഈ MLA-മാരെ കാണാനും, വേണുഗോപാൽ പോയത് അദ്ദേഹത്തിന്റെ റൂമിലേക്കുമാണ്. റെസ്റ്റ് ചെയ്ത് രാവിലെ പണി തുടങ്ങാമെന്നാണ് അദ്ദേഹം കരുതിയത്. അതുകൊണ്ടാണ് ഈ സമയത്തിന് വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. പക്ഷെ ഈ വേണുഗോപാലിന്റെ പേര് നിതിൻ ഗഡ്കരി പറഞ്ഞില്ല. വേണുഗോപാലാണ് എന്ന് തന്നെയാണ്, അന്ന് അദ്ദേഹത്തിനായിരുന്നു ചുമതല എന്നാണ് മാധ്യമങ്ങൾ അന്ന് പറയുന്നത്. ഏതായാലും അതിന് സമാനമായ നീക്കം ഇന്നലെ രാത്രിയോടുകൂടി പൂർണ്ണമായി ഫലം വന്നതിന് ശേഷം BJP-യും മറ്റു പാർട്ടികളും തുല്യമായി നിൽക്കുന്ന പഞ്ചായത്തുകളിലോ BJP-ക്ക് ഒരു അല്പം സീറ്റ് കുറവുള്ള പഞ്ചായത്തുകളോ പിടിക്കാനുള്ള ഒരു വലിയ നീക്കം BJP ആരംഭിച്ചിരിക്കുന്നു. ഞാനിരിക്കുന്ന ഈ ജില്ലയിലെ ഒരു പഞ്ചായത്ത് ഇന്ന് പുലർച്ചെ കേൾക്കുന്ന വാർത്ത അവിടുത്തെ സ്വതന്ത്രനെ കൂട്ടി BJP ഭരിക്കാൻ പോകുന്നു എന്നാണ്. നാളെ ഇതുവരെ അത്തരത്തിലൊരു നീക്കമൊന്നും കേരളത്തിൽ BJP നടത്തിയിരുന്നില്ല. പലപ്പോഴും BJP-യുടെ സ്വതന്ത്രന്മാരെയും മെമ്പർമാരെയും ഒക്കെ അടർത്തിയെടുത്ത് LDF-ഉം UDF-ഉം കേരളത്തിൽ പല പഞ്ചായത്തും ഭരിക്കുന്ന വാർത്തകളായിരുന്നു വന്നുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. അങ്ങനെയെങ്കിൽ BJP ഭരിക്കുന്ന പഞ്ചായത്തുകളുടെ എണ്ണം ഇലക്ഷൻ കമ്മീഷൻ നൽകിയ 26-ൽ നിന്ന് ഒരുപക്ഷെ ഒരു 31-ഓ 32-ഓ ഒക്കെ ആയി വർദ്ധിച്ചാലും അത്ഭുതപ്പെടാനില്ല. കാരണം കപ്പിനും ചുണ്ടിനും ഇടയിൽ അവർക്ക് ഭരണം നഷ്ടപ്പെട്ട അനവധി പഞ്ചായത്തുകളുണ്ട്. അതൊക്കെ പിടിക്കാനുള്ള തന്ത്രങ്ങൾ ഇന്നലെ രാത്രി മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ടാകണം. ഇല്ല എങ്കിൽ ഇന്ന്
രാവിലെ ആകുമ്പോൾ അത്തരത്തിലുള്ള വാർത്തകളൊന്നും നമുക്ക് ലഭ്യമാകില്ല. ഏതായാലും ഒരു ബിഗ് ഓപ്പറേഷനാണ്. കാരണം അത്തരം ഓപ്പറേഷനുകളൊന്നും ഭാരതീയ ജനതാ പാർട്ടിയെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരനെ പോലൊക്കെ ഒരു നേതാവ് ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഭരണം പിടിക്കേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായി തന്നെ അദ്ദേഹത്തിന് അറിയാം. കാരണം ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ ഇത്തരം ഓപ്പറേഷനുകളുടെ ചുക്കാൻ പിടിച്ചൊരു വ്യക്തി കൂടിയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ. ഒപ്പം തന്നെ ഏവരും ഭയക്കുന്ന മറ്റൊരു കാര്യം, തിരുവനന്തപുരം കോർപ്പറേഷൻ BJP-ക്ക് 50 സീറ്റാണ് ലഭിച്ചതെങ്കിൽ നിയമസഭയ്ക്ക് മുൻപോ നിയമസഭയ്ക്ക് തൊട്ടടുത്തോ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് അടുത്ത് തന്നെയോ ഈ തിരുവനന്തപുരത്തെ അവരുടെ നമ്പർ 50 എന്നുള്ളത് ഒരുപക്ഷെ 60 എത്താനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഈ മറ്റ് പാർട്ടികളുള്ള അസംതൃപ്തരെ അടർത്തിയെടുത്തുകൊണ്ട് അതിന്റെ സംഖ്യ വർദ്ധിപ്പിക്കാൻ ഒരു നീക്കം BJP നടത്തും എന്ന് മറ്റു പാർട്ടികൾ കരുതലോടെ കാത്തിരിക്കുന്നു. കാരണം ഈ സ്വാഭാവികമായി അവിടെ ജയിച്ച കൗൺസിലർമാരൊന്നും ഈ MLA സ്ഥാനത്ത് മത്സരിക്കാൻ സാഹചര്യം ഇല്ല. അതിൽ 1-2 പേരൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കാം, ബാക്കിയുള്ളവരുണ്ടാകാം, അങ്ങനെ അതൃപ്തരായവരുണ്ടാവാം, ഇല്ലെങ്കിൽ ഇനി ഒരിക്കൽ കൂടി കോർപ്പറേഷൻ മെമ്പറാകാൻ സാധിക്കാത്ത ആളുകളുണ്ടാകാം. അങ്ങനെയൊക്കെ പല പല സാഹചര്യങ്ങളിൽ നിൽക്കുന്നവരുണ്ടാകാം. അങ്ങനെയുള്ളവരെ ഒരു മാസ് ഓപ്പറേഷനിലൂടെ BJP തങ്ങളിലേക്ക് എത്തിക്കുമോ എന്നൊരു ഭയമുണ്ട്. ഒപ്പം തന്നെ BJP-ക്ക് വളരെ നേരിയ സീറ്റുകളുടെ എണ്ണത്തിൽ നഷ്ടപ്പെട്ട മുനിസിപ്പാലിറ്റികളുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഇടങ്ങളുണ്ട്. ഏതാണ്ട് കേരളത്തില് BJP നേടിയ സീറ്റുകൾ പഞ്ചായത്ത് തലങ്ങളിൽ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ നേടിയ സീറ്റുകൾ 1919 സീറ്റാണ്. ഇതൊരു വലിയ വിജയം തന്നെയാണ്. BJP സംബന്ധിച്ച് 1919 സീറ്റാണ്. 26 ഗ്രാമപഞ്ചായത്ത് അവര് ജയിക്കുകയും ഉണ്ടായി. ഈ 70ഓളം പഞ്ചായത്തുകൾ ഒരു ഒരു തൂക്ക് തദ്ദേശ സ്ഥാപനങ്ങളാണ് ഈ 64 എന്ന് പറയുന്നത്. അതൊരു 64 പഞ്ചായത്തുകളിൽ 2 പാർട്ടികളും തുല്യമായി നിൽക്കുന്ന പഞ്ചായത്തുകളാണ്. ഈ പഞ്ചായത്തുകൾ പലയിടത്തും BJP-ക്ക് മെമ്പർമാരുണ്ട്. അവരുടെ ഒരു തീരുമാനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലൊക്കെ ഇവർ വരുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. കാരണം ഇവരെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അവിടുത്തെ പല നീക്കങ്ങളും നടക്കുന്നത്. 2-3 മെമ്പർമാരെ ഉള്ളെങ്കിൽ പോലും അവർ നിയന്ത്രിക്കുന്ന ഒരു ഭരണമായിരിക്കും ഉണ്ടാവുക. മറ്റൊന്ന് ഏതാണ്ട് 70ഓളം പഞ്ചായത്തുകളിൽ ഒരു തൂക്ക് പഞ്ചായത്തുകളാണ്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഭരണം മാറാം. മുൻകാലങ്ങളിലൊക്കെ നമ്മൾ അത് കണ്ടതാണ്. കഴിഞ്ഞ തവണ BJP-ക്ക് 15 പഞ്ചായത്തിൽ ഭരണം കിട്ടി. അവസാനമായപ്പോഴേക്കും അത് 12 പഞ്ചായത്തിലേക്ക് ഒതുങ്ങി. 3 പഞ്ചായത്തിലെ ഭരണം ഇതിനൊക്കെ ചാട്ടവും ചാഞ്ചാട്ടവും ഒക്കെ കൊണ്ട് മാറിപ്പോയതാണ്. ഏതായാലും ഇത്തവണത്തെ BJP-യുടെ വിജയം ഗംഭീരം തന്നെ എന്ന് പറയേണ്ടി വരും. 941 പഞ്ചായത്തുകൾ ആണ് നമുക്ക് കേരളത്തിൽ ഉള്ളത്. അതിൽ 54 ബ്ലോക്ക് പഞ്ചായത്തുകൾ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു. ഒരു ജില്ലാ പഞ്ചായത്തിൽ വിജയിച്ചു. 324 മുനിസിപ്പൽ മെമ്പർമാരെ അവർക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു. 93 കോർപ്പറേഷൻ അംഗങ്ങളെ അവർക്ക് ജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിലും കൗതുകകരമായ മറ്റു ചില വാർത്തകൾ കൂടിയുണ്ട്. ഒന്ന്, പ്രതിപക്ഷ നേതാവിന്റെ വാർഡിൽ BJP ജയിച്ചിരിക്കുന്നു. അതുപോലെ പത്മകുമാറിന്റെ അമ്പലക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പ്രതിയായ അകത്ത് കിടക്കുന്ന പത്മകുമാറിന്റെ വാർഡിൽ BJP ജയിച്ചിരിക്കുന്നു. അങ്ങനെ കൗതുകമുണർത്തുന്ന വാർത്ത. അതിൽ കൊല്ലത്തു നിന്ന് വന്ന മറ്റൊരു വാർത്ത ഉണ്ട്. കടക്കൽ എന്ന് പറയുന്ന സ്ഥലം. കടക്കൽ എല്ലാവർക്കും അറിയാം. അവിടെ വിപ്ലവ ഗാനമൊക്കെ അമ്പലങ്ങളിൽ പാടി വലിയ വിവാദമുണ്ടായ സ്ഥലമാണ്. ആ കടക്കൽ CPM-ന്റെ കോട്ടയാണ്, പാർട്ടി ഗ്രാമമാണ് എന്നൊക്കെയാണ് പറയുന്നത്. അവിടെയും BJP ആണ് ജയിച്ചത്. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ CPM അവിടെ വലിയ അക്രമവും മറ്റുമൊക്കെ നടത്തിയിരുന്നു പല ഭാഗത്തുമൊക്കെ. അതായത് സാധാരണഗതി CPM-ന്റെ ഒരു രീതിയാണ് തോറ്റു കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണം. പക്ഷെ പഴയതുപോലെ സംസ്ഥാന വ്യാപകമായിട്ടൊന്നും തന്നെ ഇല്ല. ഇതാണ് ഇപ്പോഴുള്ള ഒരു പൊളിറ്റിക്കൽ ഗ്രാഫ്. ഏതായാലും ഒരു വലിയ നീക്കത്തിന് BJP ഒരുങ്ങുന്നു. അവരൊരു സ്റ്റാർട്ടിങ്, അതായത് അവർക്ക് ഇതുവരെ ഈ കേരളത്തിൽ ഇല്ലാതിരുന്നത് ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു എനർജി ആയിരുന്നുവെങ്കിൽ അത് അവർക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു ടീം, വളരെ വ്യക്തമായൊരു ടീം, ശക്തമായൊരു ടീം മുൻപോട്ട് പോകുന്നു. സാധാരണ തെരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോൾ സോഷ്യൽ മീഡിയ നമ്മൾ നോക്കുമ്പോൾ സാധാരണഗതിയിൽ ഈ സൈബർ സംഘികൾ എന്ന് പറയുന്ന BJP-യുടെ അനുഭാവികളും മറ്റുമൊക്കെ BJP-യെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇടുന്ന പോസ്റ്റുകളും കമന്റുകളും ഒക്കെ ആണെങ്കിൽ ഇത്തവണ അതില്ല. കാരണം എല്ലായിടത്തും ഒക്കെ 1-2 എങ്കിലും ഒക്കെ മെമ്പർമാർ BJP-ക്ക് കേരളത്തിൽ പലയിടത്തും ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെല്ലാം ശാന്തരാണ്, ആഹ്ലാദ ചിത്തരാണ്. കാരണം പരാജയങ്ങൾ ഏറ്റുവാങ്ങി വിജയത്തിലേക്ക് എത്തിയ ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ പരാജയം അവരെ ഒരിക്കലും തളർത്താനോ തകർത്തിട്ടോ ഇല്ല. അത് മുന്നേറി പോകുന്ന ഒരു സിസ്റ്റം അവർക്ക് ഉണ്ട്. ഏതായാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇനി മുൻപോട്ടുള്ള സമയം അത്ര ആശ്വാസകരമല്ല. ഏതായാലും ഇടതുപക്ഷത്തെ തകർക്കുക എന്നുള്ളത് BJP-യുടെ ലക്ഷ്യമല്ല. കാരണം അവർ ഓൾറെഡി തന്നെ എല്ലായിടത്തും അവർ സ്വയം അലിഞ്ഞ് ഇല്ലാതാകുകയാണ്. ഇവിടെയും അത്തരത്തിൽ തന്നെ സംഭവിക്കാനുള്ള സാധ്യതകൾ, അതിന്റെ സൂചനകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ കണ്ടുവരുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പായി എന്നിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും അവരുടെ ഒരു 25% ചോർച്ച പൂർണ്ണമാകും. ബാക്കിയുള്ള ചോർച്ചകളും വളരെ എളുപ്പത്തിൽ സംഭവിക്കും. ഏതായാലും ബാക്കി വരും ദിവസങ്ങളിൽ ഈ പഞ്ചായത്തുകൾ എങ്ങനെയാണ് മാറി മറിയുന്നതെന്ന് കാത്തിരിക്കുക. ഇത് തന്നെയാണ് ന്യൂസ് ഞങ്ങളുടെ ഒരു പോയിന്റ്. നന്ദി, നമസ്കാരം.